പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം. വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു. അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അങ്ങനെ സിബിൻ നാട്ടിലെത്തി. ഒരുപാട് പേര് വെൽക്കം ചെയ്യാനുണ്ടായിരുന്നു. കാരണം സിബിൻ ബിഗ് ബോസ് വീട്ടിൽ 2 ആഴ്ച കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. സോ അതാണ് അപ്രതീക്ഷിതമായിട്ട് എല്ലാവരെയും പ്രതീക്ഷയും തട്ടിമറിച്ചുകൊണ്ട് പുള്ളി നാട്ടിലെത്തിയത്. സോ അവർ ഒരുപാട് പേര് ചാനലുകാർ ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരങ്ങളാണ് ഈ പറയുന്നത്. സ്വന്തം താല്പര്യത്തിലല്ല വന്നിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നം കാരണം മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്വിറ്റ് ചെയ്തത് എനിക്കറിയില്ല, ഞാനല്ല, എൻ്റെ കയ്യിലല്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. സോ ബിഗ് ബോസിന്റെ ഭാഗത്ത് എന്തൊക്കെയോ നടന്നു. ഇനിയിപ്പോൾ ഉഡായ്പ തന്നെ വെക്കും. റോബിൻ പറഞ്ഞിട്ടുണ്ട് ഉഡായ്പാണ് എന്നെല്ലാം പറഞ്ഞിട്ട്. അതൊക്കെ നമ്മൾ അറിയാലോ. എല്ലാ സീസണിലും എല്ലാത്തിലും ചെറിയ എന്തെങ്കിലുമൊക്കെ, ചെറുതല്ല ചെറിയ രീതിയിലുള്ള വലിയ ഉഡായ്പകളൊക്കെ നടക്കാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് സിബിനോടാണ്. കാരണം സിബിന്റെ ഭാഗത്താണ് ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ സിബിന്റെ ഭാഗത്തേ പറയുള്ളൂ. ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ കുറച്ച് സമയം കൊടുത്തു ബിഗ് ബോസ്. അപ്പോൾ എനിക്ക് പോണം എന്നുള്ളത് ഓക്കെ. സിബിൻ പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം എന്നുള്ളതാണെങ്കിൽ ഇതൊരു ഷോയല്ലേ, ഇത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് സിബിൻ. പക്ഷെ ആകെ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തില് അതിൽ പറയുന്നത് ലാലേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു എന്റർടൈനർ ആയിട്ട് വന്നിട്ട് അപ്പൊ ജനങ്ങൾക്ക് അത് തൃപ്തിയാകുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ആണോ കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇത്രയും ഡൗൺ ആകാനുള്ള കാരണം എന്ന് സിബിൻ അത് പറയുന്നുണ്ട്. അവർ വീഡിയോ ആയതുകൊണ്ട് നമുക്കെല്ലാം കാണിക്കാൻ പറ്റില്ല. സോ എങ്കിൽ തന്നെയും എത്രയോ പേര് അതിനകത്ത് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുന്നില്ലേ, എത്ര സങ്കടങ്ങൾ ഉണ്ടാവുന്നു. ഒന്ന് പൊട്ടിക്കരയും, സിബിന് കരഞ്ഞല്ലോ, പിന്നെ സൈക്കോളജിസ്റ്റിന്റെ അഡ്വൈസ് തേടിയല്ലോ. അപ്പൊ പോലും ഒന്നും നിൽക്കാതെ എത്ര പ്രേക്ഷകരെയാണ് നിരാശരാക്കിയിട്ടുള്ളത്. ഒന്ന് മാറി. പക്ഷെ സിബിന്റെ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സിബിനുണ്ടായ ധാരണകൾ ബിഗ് ബോസ് മാറ്റിമറിച്ചു എന്ന് വേണ്ടേ നമുക്ക് കരുതാൻ. ഈ ക്വിറ്റ് ചെയ്ത് പോകണമെന്നില്ല, പക്ഷെ റീഫ്രഷ് ആകാൻ വേണ്ടി കുറച്ച് മാറി നിൽക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ 2 ദിവസം ഹോസ്പിറ്റലിൽ ഇടും. ഇപ്പം ഇതുപോലെ മെന്റലി നോട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പറയാൻ പറ്റും. പക്ഷെ എന്ത് ബിഗ് ബോസ് ഉടായ്പ കാണിച്ചു പറഞ്ഞാലും ഞാൻ ആദ്യം തെറ്റ് പറയുന്നത് സിബിനെയാണ്. കാരണം സിബിൻ അപ്പം അവിടെ നിന്ന് വരേണ്ട ഒരാളല്ല. സിബിൻ അങ്ങനെ വരാതിരിക്കണമായിരുന്നു. ഫസ്റ്റ് ഡേ സിബിൻ അങ്ങനെയൊക്കെ വാശി പിടിച്ചെങ്കിലും പിന്നെ സൈക്കോളജിസ്റ്റിനെ കണ്ടു തിരിച്ച് കയറിയിട്ട് അങ്ങനെ നിൽക്കണമായിരുന്നു. പിന്നെ ബിഗ് ബോസ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് പിന്നെ നമ്മൾ എന്താ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ ബിഗ് ബോസ് നമ്മളും വിചാരിച്ചത് ആരോഗ്യ പ്രശ്നം കാരണം മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വിടുന്നു വിചാരിച്ചില്ല. പക്ഷെ പൂജയുടെ കാര്യത്തില് ഇനിയിപ്പൊ തീർത്ഥം വയ്യ എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കലി നോട്ട് ഓക്കെ ഉള്ള ആളെ കൊണ്ട് ഗെയിം കളിപ്പിച്ച വേറെ എന്തെങ്കിലും തലത്തിൽ പോയാലോ, അതും ഒരു പെൺകുട്ടി. അപ്പൊ അതൊക്കെ ഉണ്ടാകും. പൂജ തന്നെ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളത്. സോ അപ്പൊ നമ്മളത് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ സിബിന് ഒഫീഷ്യലായിട്ട് 2 പേരും പോയി ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ തന്നെ ആകെ അന്തം വിട്ടുപോയി. കാരണം ഇനി സിബിൻ വരില്ല, ഇനി അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഇല്ല എന്നുള്ളത്. ഈ സീസൺ 6 അതുപോലെ ഒരു കണ്ടസ്റ്റന്റുകളില്ല. വൈൽഡ് കാർഡ് വന്നവരിലും ഇവിടെ നിന്നവരിലും ഇത്തരം ഒരു കണ്ടസ്റ്റന്റുകളില്ല. സോ അപ്പൊ സിബിൻ എന്തുകൊണ്ടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ബെറ്ററിലേക്ക് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. 2 ആഴ്ച കൊണ്ട് അതുപോലത്തെ കണ്ടന്റുകൾ കൊടുത്തു, എന്റർടൈൻമെന്റ് കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്ന് നല്ലൊരു പൊട്ടൻഷ്യലുള്ള പിന്നെ കണ്ടസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഡൗൺ ആയി പോയിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതല്ലാത്ത വലിയ നീരസമൊക്കെ ഉണ്ട്. അത്രയും നല്ലൊരു കളിക്കാരനായിരുന്നു. സോ ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പിന്റെ ആളാണെന്നുള്ളത് എല്ലാവർക്കും ഏകദേശം ഷോ കാണുന്നവർക്ക് അറിയാം. പക്ഷെ ബിഗ് ബോസ് റോബിന് വരെ അതുപോലെ മാറ്റി നിർത്തി സീക്രട്ട് റൂമിൽ വെച്ച് 3 ദിവസം അങ്ങനെ ഇരുത്തി, തനിച്ച് ആരുമില്ലാതെ ഇരുത്തി പുറത്താക്കിയ ടീമുകളാണ്. സോ അപ്പൊ അതുകൊണ്ട് സിബിൻ ഇത് ഓർക്കണമായിരുന്നു, നിന്ന് കളിക്കാൻ ശ്രമിക്കണമായിരുന്നു. നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് സിബിന് വെളിയിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, കരിയർ ഉണ്ട്, എല്ലാം സത്യം തന്നെ. പക്ഷെ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കളിച്ച് ലീഡ് ചെയ്തിട്ട് അത് വേണ്ടാന്ന് വെച്ചതിൽ ആദ്യം അത് സിബിൻ തന്നെയാണ്. ബിഗ് ബോസിന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നെ പൊളിച്ചടിക്കിയ ആളാണ് സിബിൻ. സോ അപ്പൊ ഇനി സിബിനെ നിർത്തിയിട്ട് വീണ്ടും അവർക്ക് ഈ ഷോയ്ക്ക് എന്താ പറയാ പിന്നില് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സിബിൻ പോയാലും അവർക്ക് വിഷയമൊന്നുമല്ല. TRP കൂട്ടാൻ അവർക്ക് അറിയാം. ജബ്രികളെ വെച്ച് നല്ല കണ്ടന്റ് കൊടുക്കുക. അതുപോലെ തന്നെ അവർ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടില്ലേ, ക്യാമറ അവരല്ലേ കൊണ്ടുപോകുന്നത്.
സോ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, ജാസ്മിൻ ഗബ്രി ഞങ്ങള് പ്രണയമാണെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. ഇനി വെളിയിൽ പോയ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് ഇതിനൊരു അടിവരെ ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ കാണില്ല അവരുടെ. അപ്പോൾ ഇവര് എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്? എന്താണ് ഈ പെൺകുട്ടി ഒരു ആൺകുട്ടി വീടിനകത്ത് കാണിക്കുന്നത്? ഇവരെന്താണ് ബിഗ് ബോസ് വീട് ബെഡ്റൂം ആക്കിയോ? ഇതെന്താണ് വീട്ടിലത്തെ അന്ത എന്തായാലും ചോദിക്കുന്നില്ലേ? ഇങ്ങനെയാണോ ഈ മറ്റുള്ളവർ കണ്ടു പഠിക്കേണ്ടത്? ഈ പിള്ളേർ എങ്ങനെയാണോ? ഇതിന് നാണമില്ലേ, മാനമില്ലേ, തൊലിക്കെട്ടിനല്ലേ, ഉളുപ്പ്, എങ്ങനെയൊക്കെ പറഞ്ഞ് അവര് വീഡിയോകൾ കാണുമ്പോൾ ഒരുപാട് പേര് ഇതുപോലത്തെ നെഗറ്റീവ് ചർച്ചകൾ. അങ്ങനെ ഒരു വീഡിയോ ഇട്ടാലും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വ്യൂവേഴ്സാണുള്ളത്. അപ്പോൾ പിന്നെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ മില്യൺ വ്യൂവേഴ്സ്. അപ്പോൾ TRP റേറ്റിംഗ് കൂടുതൽ. ഇതെല്ലാം ബിസിനസ് അല്ലേ? സോ അപ്പോൾ അവർക്ക് ബിഗ് ബോസിന് എന്താണ്, അത് ആരുടെ നെഗറ്റീവ് ആണെങ്കിൽ തന്നെ എന്താണ്, ഷോയിൽ ഒരു നെഗറ്റീവ് ആണെങ്കിലും ചർച്ചയ്ക്ക് ഏതോ ഒന്ന് കൂടുതൽ ജനങ്ങൾ കാണുന്നത്, അത് സെർച്ച് ചെയ്ത് പോകുന്നത്, ജനങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഇട്ടതും ജനങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് നെഗറ്റീവോ പോസിറ്റീവോ? സോ ബിഗ് ബോസിന് അത് മതി. അല്ലാതെ നീതി, ന്യായം, സത്യസന്ധത, നന്മമരം എന്നുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം കൊണ്ടുപോയിട്ട് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരൊക്കെ പെട്ടെന്ന് പോവുക, അതുപോലെ വീട് എന്താന്ന് കാണുക, 1-2 ആഴ്ച ഇരിക്കുക, പുറത്തു വരിക, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഉടായ്പ കേസുകളൊക്കെയാണ് അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ അതുകൊണ്ട് അപ്പൊ സിബിൻ പോയി എന്നുള്ളതിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സിബിനെ ബിഗ് ബോസിനെ തന്നെ പൊളിച്ചെടുക്കാൻ ശ്രമിച്ചതല്ലേ സിബിൻ. സോ അത് വലിയ പ്രശ്നമില്ല. പക്ഷെ പ്രേക്ഷകരുടെ ഭാഗത്താണ് ഈ സീസൺ 6 അതുപോലത്തെ ഒരു കണ്ടസ്റ്റന്റ് ഇതുവരെ ഇല്ല. ഇനിയോട്ട് ഇതിൽ ആരെങ്കിലും ആകുമോ എന്നുള്ളതും പറയാൻ പറ്റില്ല. അപ്പൊ സിജോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ സിജോ ഇതുപോലെ എല്ലാം വെളിയിൽ നിന്ന് കണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഒന്ന് മാറ്റി പിടിച്ചെങ്കിൽ അങ്ങനെയായി. പക്ഷെ സിബിൻ എന്ന് പറയുമ്പോൾ നാക്കുകൊണ്ടാണെങ്കിലും ശരി, ആക്ഷൻ കൊണ്ടാണെങ്കിലും ശരി, അതുപോലെ ഈ കോമഡി ആണെങ്കിലും എല്ലാത്തിനും, ഈ ഒരു ഡാൻസ് ചെയ്യുന്ന, കൊറിയോഗ്രാഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഋഷിയുണ്ട് എങ്കിൽ തന്നെയും അങ്ങനെ ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാവിധം ഇണങ്ങുന്ന എല്ലാ എന്താ പറയുക ചെപ്പടി വിദ്യകളും കയ്യിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലത്തെ നല്ല ടാലന്റും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് പെട്ടെന്ന് പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ മൊത്തം നിരാശരാകുന്നത്. സോ അപ്പോൾ എന്തായാലും വന്നു. ഇനിയിപ്പം സിബിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സിബിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ഇനി വീട്ടുകാരെ കണ്ട് അതിനുശേഷമൊക്കെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചാനലുകാർ ചോദിക്കുന്നത് ജാസ്മിൻ ഗബ്രി കാരണമാണോ പുറത്താകേണ്ടി വരുന്നത്, അവരുടെ പ്രണയം റിയൽ ആണോ അതോ ലാലേട്ടൻ പറഞ്ഞതിനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഗബ്രി എന്നും അവരാര് ഈ ഷോ കഴിഞ്ഞു എന്നാണ് സിബിൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഞാൻ ഇത്ര എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് സ്ഥാനമില്ല എന്നുള്ളത് എന്നെ ഒന്ന് ഡൗൺ ആക്കി. അപ്പൊ ഒന്ന് ഒരു റീഫ്രഷ് ചെയ്യണം, ഒന്ന് റീസെറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. സോ പുറത്തു വന്നു, ഖത്തം കഴിഞ്ഞു. പക്ഷെ അവരെ പ്രണയത്തെക്കുറിച്ച്, ജബ്രികളുടെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നത് പ്രണയോ എന്ത്, ഇത് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ചേ പറയുന്നുണ്ടല്ലോ, ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ്, അത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ. ഇത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്, ഇത് ചുമ്മാ പറ്റിക്കൽ പരിപാടി മാത്രമാണ് എന്നുള്ളത്. ഇത് ഓരോ പ്രേക്ഷകനും അറിയാം പറ്റിക്കൽ പരിപാടിയാണ് എന്നുള്ളത്. എന്നാലും ജബ്രികളുടെ സമാധാനത്തിന് അവരവരെ ഇമോഷൻസ് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ട്. സോ അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.